ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മോട്ടോ എഡ്ജ് 17 കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ബെസ്റ്റ് ഫോൺ അണ്ടർ 30,000 എന്ന് പറയാവുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഡ്ജ് 17 എന്ന് പറയുന്ന ഫോൺ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫോണാണ്. അതും സ്ലിമ്മസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ, അതായത് 5.99 mm മാത്രമേ നമുക്ക് ഇതിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് 5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 7 Gen 4 ഒക്കെ നമുക്കൊരു പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നമുക്ക് എന്താ പറയുക, ഈ കാറ്റഗറിയിൽ വരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാം, ഇൻക്ലൂഡിങ് ലുക്കും കൂടിയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, നമ്മുടെ മെയിൻ ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആക്ച്വലി മോട്ടോ പാഡ് 16 ഉപയോഗിക്കുന്നുണ്ട്, ടാബ്ലറ്റ്. അതുപോലെ തന്നെ മോട്ടോറോളയുടെ മോട്ടോ ബുക്ക് 16 Pro നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതായത് ലാപ്ടോപ്പ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ലാപ്ടോപ്പും കംപ്ലൈൻസോ സംഭവമൊന്നും ഇല്ല, സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മോട്ടോറോള എന്ന് പറയുന്നത് ഇപ്പോൾ ലിനോവയുടെ അണ്ടറിൽ വരുന്ന ഒരു സബ് ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഈ മോട്ടോറോള ഫോൺ നമ്മൾ ഓൾറെഡി മുമ്പ് അൺബോക്സിങ് ആൾക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മോട്ടോ UI എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. എനിക്ക് ആക്ച്വലി അതിൻ്റെ നമ്മുടെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ സാധനമാണ്, നമ്മുടെ പിക്സലിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, അത് നമ്മുടെ സെക്കൻഡറി ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, അതായത് ക്ലീൻ UI എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് മോട്ടോറോളയുടെ UI നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കിട്ടുക. പിന്നെ കുറച്ച് അവരുടെ മോട്ടോറോള ആപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആക്ച്വലി നിങ്ങളൊരു 30,000 റേഞ്ചിൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഫോൺ റെക്കമെൻഡ് ചെയ്യും. ഇതിൻ്റെ ആകെ ഇഷ്യൂസ് എന്ന് പറയാനുള്ളത് സർവീസാണ്. നമുക്ക് സർവീസ് കുറച്ച് മോശം തന്നെയാണ്, തേർഡ് പാർട്ടി സർവീസാണ്, കുറച്ച് ലാഗ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് അപ്ഡേറ്റ്. പക്ഷേ അപ്ഡേറ്റ്സ് ഇപ്പോൾ ആക്ച്വലി അവരുടെ ഒരു മെയിൻ ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഇപ്പം ഇറങ്ങുന്ന പുതിയ ഫോണുകൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ഡേറ്റ് ഇപ്പോൾ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇഷ്യൂ ഓൾമോസ്റ്റ് സോൾവ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. ആകെ ഇതിൻ്റെ ഒരു മെയിൻ കോൺ എന്ന് പറയാനുള്ളത് സർവീസാണ്. ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ ഇപ്പോൾ വിവോനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സർവീസൊന്നും അതിൻ്റെ അടുത്ത് കൂടെ പോവില്ല. പക്ഷേ സർവീസ് സെൻറ്റർ ഡയറക്ട്ലി സർവീസ് സെൻറ്റർ ഇല്ല, തേർഡ് പാർട്ടി സർവീസ് ഉണ്ട്, പിക്കപ്പ് സർവീസുകളുണ്ട്. പക്ഷേ ടൈം എടുക്കും, അതാണ് അവരുടെ മെയിൻ പ്രോബ്ലം. അവർ ഫോൺ സർവീസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ റീപ്ലേസ്മെൻറ്റ് അന്ന് നമ്മുടെ ഇതുപോലെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ റീപ്ലേസ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലാഗാണ്, നല്ല ലാഗ് ഉണ്ട് കേട്ടോ, അതാണ് കുഴപ്പം. അതിൻ്റെ കോൺ എന്ന് പറയാനുള്ളത്, എനിക്ക് ആക്ച്വലി മോട്ടോറോയുടെ കോൺ എന്ന് പറയാനുള്ളത് ഇത് മാത്രം നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് കംപ്ലൈൻസോ എന്താ പറയുക ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് അങ്ങനെ സംഭവം നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അവരുടെ എഡ്ജ് 70 സീരീസിലത്തെ ആദ്യത്തെ ഫോണാണ്. വില കൂടി. നോർമലി എഡ്ജ് 60 ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് 25,000 ആ റേഞ്ചിലായിരുന്നു. എഡ്ജ് 50 ഒക്കെ ആകുമ്പോൾ 20,000 രൂപയ്ക്ക് റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്ന സാധനമാണ്. അപ്പോൾ അത് 30,000 ആയി, ഓൾമോസ്റ്റ് 10,000 രൂപ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് സൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 159 ഗ്രാം അതിന് വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. നമുക്ക് eSIM സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ IP68 69 ആണ് വരുന്നത്. വാട്ടർ റെസിസ്റ്റൻസ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മിലിറ്ററി സ്റ്റാൻഡേർഡ് 810H സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. PW ഡിമ്മിങ് വരുന്നുണ്ട്. HDR10+ വരുന്നുണ്ട്. 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 120 Hz 1 ബില്യൺ കളർ വരുന്ന പാനലാണ് വരുന്നത്. 6.7 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലാറ്റ് ആക്കിയിട്ടാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം ഒരു കർവായിരുന്നു, ഇത്ര ആലം കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി കർവ് ഇഷ്ടമല്ല, ഇത് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്, നല്ല കാര്യം തന്നെയാണ്. കോർണിംഗ് ഒരു ഗ്ലാസ് 7i പ്രൊഡക്ഷനാണ് വരുന്നത്. അത് ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 91% ഓൾമോസ്റ്റ് സ്ക്രീൻ ടു ബോർഡ് റേഷ്യോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന ഈ പറയുന്ന നമ്മുടെ ഈ പിക്സലിൽ പോലും 90% ഒന്നും ഇല്ല കേട്ടോ. 70,000 രൂപയുടെ ഫോണാണ്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് 16 സാധനം വരുന്നത്. 3 അല്ലെങ്കിൽ 4 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രൊസറാണ് വരുന്നത്. 4 നാനോമീറ്ററിൽ ബിൽഡ് വരുന്നത്. അതുപോലെ തന്നെ അഡ്രീനോയുടെ 722 ആണ് നമുക്ക് GPU വരുന്നത് കേട്ടോ. 256 GB ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. മെമ്മറി 8 GB ആണ് സ്റ്റാർട്ടിങ്. 8 GB 256 ഉണ്ട്, 12 GB 256 ഉണ്ട്, 512 GB വരുന്നുണ്ട്. ഇതിൽ UFS 3.1 ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 29,999 30 രൂപ. പക്ഷേ നമുക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 1,200 രൂപയൊക്കെ മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലാണ് സാധനം ലോഞ്ച് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മോട്ടോറോയുടെ ഡയറക്റ്റ് സൈറ്റിൽ വാങ്ങിക്കാം. ഞാൻ വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഈ സൈറ്റിൽ ടാഗ് ചെയ്യാം. ഈ ചാനലിൽ നമുക്ക് ടാഗിങ് ഓപ്ഷൻ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സെൽഫി ക്യാമറ 50 മെഗാപിക്സൽ തന്നെയാണ്. റിയർ ക്യാമറ 2 50 മെഗാപിക്സലാണ് വരുന്നത്. അതായത് ഒരെണ്ണം 24 mm വൈഡ് ആംഗിളും അതുപോലെ തന്നെ നമുക്ക് OIS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരെണ്ണം നമ്മുടെ അൾട്രാ വൈഡ് ആണ് 12 mm, അതും 50 മെഗാപിക്സൽ തന്നെയാണ്. നമുക്കതിൽ PDF ഓട്ടോ ഫോക്കസ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ 4K സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൽഫി ആണെങ്കിലും 50 മെഗാപിക്സൽ തന്നെയാണ്. 21 mm വൈഡ് ആംഗിളാണ് വരുന്നത്. 4K സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാറ്ററി നമുക്ക് നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് ഗ്ലോബൽ വേർഷനിൽ 4800 ഇന്ത്യൻ വേർഷനിൽ 5000 അങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത് സാധനം കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിലേ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യം നമുക്കിത് പറയുകയാണെങ്കിൽ
68 വാട്ടിന്റെ ടർബോ ചാർജിങ് വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ട്, USB ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് അറിയാവുന്ന പോലെ തന്നെയാണ്. 5000 mAh ആണ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം സ്ലിമ്മും ആണ്. 5000 mAh എന്ന് പറയുമ്പോൾ അത്യാവശ്യം മോശമൊന്നുമില്ല. നമ്മുടെ ഇപ്പോൾ ഈ അൾട്രാ, സാംസങ്ങിൻ്റെ അൾട്രയിലൊക്കെ നമുക്ക് 5000 mAh വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെയിറ്റും നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ തിക്നെസ്സും അറിയാൻ പറ്റും. നല്ല സ്ലിം തന്നെയാണ് കേട്ടോ. പിന്നെ ബോക്സിൽ ഈ പ്രാവശ്യം നമുക്ക് എന്താ പറയുക, കേസും സംഭവങ്ങളൊന്നും ഇല്ല, അതൊക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾക്കൊരു സ്റ്റോക്ക് UI, അതായത് ഒരു ഗൂഗിൾ പിക്സൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അത്യാവശ്യം പ്രൈസ് കൂടുതലാണ്. അപ്പോൾ പിക്സൽ റേഞ്ചിൽ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുള്ളവർക്ക്, അതും ബഡ്ജറ്റ് റേഞ്ചിൽ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് മോട്ടോറോളയുടെ ഫോൺ നോക്കാവുന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കോണുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം അവർ ശരിക്കും ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ മോട്ടോറോള. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ മോട്ടോറോള ഡിവൈസ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറഞ്ഞത്. വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സർവീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ് തന്നെയുള്ളൂ, വലിയ കിടില്ലെന്നൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, അത് ടാബ്ലറ്റ് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അവരെല്ലാ സെഗ്മെന്റിലേക്ക് ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ആക്ച്വലി ടാബ്ലറ്റ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, TWS ഉണ്ട്, മോട്ടോറോള ഹെഡ്ഫോൺ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഫോണുണ്ട്, പിന്നെന്താണ് മിക്ക ഇപ്പോൾ വാച്ച് ഇറക്കുന്നുണ്ട് അവർ പുതിയതായിട്ട്. അപ്പോൾ എല്ലാ സംഭവം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ലിനോവയുടെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ലിനോവോ ഇതിനെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. മോട്ടോറോള ആക്ച്വലി ഒരു US കമ്പനിയാണെന്ന് പണ്ട്, പക്ഷെ അത് ലിനോവ ടേക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ മോട്ടോറോള മൊബൈലിറ്റി എന്നാണ് പേര് വരുന്നത്. അത് ലിനോവയുടെ അണ്ടറിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ മോട്ടോ ബുക്കിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ പാർട്സും ഇൻക്ലൂഡിങ് ബാറ്ററി അടക്കം ലിനോവ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ അതിൻ്റെ ലിനോവയുടെ ഒരു സാധനം അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ മോട്ടോ പാഡ് 60 പ്രോൻ്റെ ടാബ്ലറ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം സാധനം ഒരു ടാബ്ലറ്റിൽ ലിനോവയ്ക്കും ഉണ്ട്, പേര് മാത്രമേ മാറിയുള്ളൂ. ബാക്കിയൊക്കെ സെയിം, ഡിറ്റോ സെയിം എന്ന് വേണമെങ്കിൽ പറയില്ലേ, അതേപോലത്തെ അതാണ് ഇപ്പോൾ വെച്ചാൽ. അതായത് ഒരു ലിനോവയുടെ പ്രൊഡക്ട്സ് മോട്ടോറോളയുടെ പേരിൽ ഇറക്കുന്നുണ്ട്, അതാണ് ഇപ്പോൾ സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്സും സംഭവമൊക്കെ ലിനോവ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ലാപ്ടോപ്പ് സെഗ്മെന്റിൽ നോക്കി കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലാപ്ടോപ്പ് സെല്ലർ അല്ലെങ്കിൽ ബ്രാൻഡ് എന്നൊക്കെ പറയാവുന്ന സാധനമാണ് ലിനോവോ. അസൂസ്, ലിനോവോ. ഈ സെല്ലിങ് നിങ്ങൾ ഈ മാർക്കറ്റ് ഷെയർ നോക്കണ്ടോ, ഇന്ത്യയിലത്തെ മാർക്കറ്റ് ഷെയർ നോക്കി കഴിഞ്ഞാൽ HP ഡെല്ലൊക്കെ കാണിക്കുക. അത് ആക്ച്വലി അവർ ഈ HP ഡെല്ലും മെയിനായിട്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂഷണൽസും അതുപോലെ തന്നെ കമ്പനി ഇതിനൊക്കെ ഇഷ്ടം പോലെ അവർക്ക് ടൈപ്സുകളുണ്ട്. അങ്ങനെ സെല്ലാവുന്നതാണ്, അല്ലാണ്ട് പേഴ്സണലായിട്ട് സെല്ലാവുന്ന മാർക്കറ്റ് ഷെയർ അല്ല കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഡെല്ലും HP ഒക്കെ ഏറ്റവും കൂതറ ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൂതറ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 95% ഇതുപോലെ ഓരോ പാർട്സ്, അതായത് ഓരോ കമ്പനിയുടെ പാർട്സ് ഉപയോഗിച്ച് അസംബിൾ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഈ HP അല്ലാണ്ട് അവരാകെ മാനുഫാക്ചർ ചെയ്യുന്നത് ഈ കീബോർഡും മൗസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവർക്കില്ല. ഇപ്പോൾ അസൂസും ലിനോവ ഒന്നും അങ്ങനെയല്ല. അവർക്ക് ഇപ്പം അസൂസിന് ഇഷ്ടം പോലെ പണ്ടോട്ടേ ഉണ്ട്, മദർ ബോർഡ് അടക്കം അസൂസിനുണ്ട്. ഇപ്പോൾ MSI ആയിക്കോട്ടെ, അതൊക്കെ മദർ ബോർഡ് ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സാണ്, ഹാർഡ്വെയർ മാനുഫാക്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പക്ഷേ അസൂസിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു കൂട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഏത് പ്രോഡക്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ഇല്ല. പറയുമ്പോൾ ഞാൻ എൻ്റെ മെയിൻ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന പോലെ തന്നെ അസൂസിൻ്റെ ആണ്. 3 കൊല്ലമായി, കംപ്ലയിൻസും കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ വേറെ 2 അസൂസിൻ്റെ ലാപ്ടോപ്പ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടായിരിക്കും ചിലപ്പോൾ. ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, ഒരു ക്രിയേറ്റർ ലാപ്ടോപ്പ് എന്നൊരു സാധനം ഇറക്കിയിരുന്നു ഓൾറെഡി ഡിസ്പ്ലേക്ക് ആയിട്ട്. അതിനും കംപ്ലയിൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഒരു 30,000-35,000 ഒരു ലാപ്ടോപ്പ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്, അതിനും കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയാം. പക്ഷേ സർവീസ് ഇപ്പോൾ ഷോക്കാണ് കുറച്ച്. പക്ഷേ എന്നാലും അത്യാവശ്യം നമ്മുടെ എന്താ പറയുക, ബാക്കിയുള്ള ബ്രാൻഡുകളെ പോലെയല്ല. മറ്റേ ഏസറിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏസറൊന്നും അങ്ങനത്തെ ഒരു വിളിച്ചാൽ പോലും വരില്ല. ഇവരൊക്കെ അത്യാവശ്യം നല്ല ഹോം വിസിറ്റും കാണാനൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ നമ്മളിത് പണ്ടും അസൂസിൻ്റെ ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പണ്ടത്തെ എക്സ്പീരിയൻസ് കുറഞ്ഞ അതോടെ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ ക്വാളിറ്റിയും കുറഞ്ഞിട്ടുണ്ട്, സർവീസും കുറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ബെറ്റർ എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ലിനോവ ആയിക്കോട്ടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ മോട്ടോ എഡ്ജ് 17 ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഫോൺ കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.